ആ കാലത്തിൽ പൊലിഞ്ഞുപോയ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ഡ്രൈവർ ശ്രീ ശ്യാം പ്രസാദിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം. ശ്യാം പ്രസാദ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ഡ്രൈവറാണ്. കോട്ടയം കുടമോളൂർ പള്ളിയിലെ ഉത്സവ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി 12 മണിയോടെ തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് തെള്ളകം എന്ന സ്ഥലത്ത് വെച്ച് വഴക്കുകൾ കണ്ടപ്പോൾ രണ്ട് പെട്ടിക്കടക്കാർ നമ്മൾ വഴക്കം പ്രശ്നങ്ങളും ജനങ്ങളും കണ്ടപ്പോൾ നിർത്തി നോക്കിയതാണ്. നിർത്താതെ പോകാമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ സമയം അത്ര നിശ്ചയിച്ചിട്ടുള്ളൂ, വിധി കാലം അതായിരിക്കാം കാരണം, അല്ലാതെ എന്ത് പറയണം. ആ മനുഷ്യൻ ഇടപെട്ടു. സാധാരണ ഭൂരിപക്ഷം പോലീസുകാരും അങ്ങനെ തന്നെയാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ചു പോകാണല്ലോ, യൂണിഫോമിലല്ലല്ലോ എന്ന് നോക്കില്ല, ഇടപെടും. അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ പെട്ടിക്കടക്കാരിൽ ഒരാൾക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ടാവുകയും ഒരു കംപ്ലൈൻറ്റ് ആവലാതി പോലെ പറയുകയും ചെയ്തു. തുടർന്ന് അവിടെ മറ്റേ പെട്ടിക്കടക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 7ഓളം കേസുകളിൽ പ്രതിയായ ലഹരിക്കടിമയായ തെമ്മാടിയും ഗുണ്ടയുമായിട്ടുള്ള ജിബിൻ ജോർജിനോട് ശ്യാംപ്രസാദ് എന്ന ഉദ്യോഗസ്ഥൻ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും വീട്ടിലേക്ക് പോകാനും പറയുകയും അല്ലാത്ത പക്ഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ടി വരികയും പറയുകയും ചെയ്തു. പക്ഷേ ലഹരിക്കടിമയായിട്ടുള്ള ഈ തെണ്ടിയും തെമ്മാടിയായിട്ടുള്ള ഈ ഗുണ്ട ശ്യാംപ്രസാദിൻ്റെ മേലെ ആക്രമിച്ച് കീഴടക്കുകയും ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു. പൊതുവെ പോലീസിനെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ. അത്തരത്തിലാണല്ലോ സമൂഹം പലതും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനതിനെക്കുറിച്ച് പിന്നീട് പറയാം. അങ്ങനെ ചവിട്ടി വീഴ്ത്തുകയും അതിദാരുണമായി അതിക്രൂരമായി മർദ്ദിക്കുകയും ഇതിനിടയ്ക്ക് കുമരകം പോലീസ് പെട്രോളിങ്ങിന് വന്നപ്പോൾ പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഓടിച്ചു വിട്ടിക്കുകയും ചെയ്തു. ഇതിനിടെ ആശുപത്രിയിൽ കൊണ്ടുപോയ ശ്യാംപ്രസാദിന് ഇന്റേണൽ ബ്ലീഡിങ്സ് കൂടുകയും രാത്രി തന്നെ പാവം മരണപ്പെടുകയും ചെയ്തു. ഇതാണ് സംഭവം. പെട്ടിക്കടക്കാർ തമ്മിൽ ഉള്ള പ്രശ്നത്തിൽ ഇടപെടാതെ പോകുക എന്നുള്ളത് ഒരു പോലീസുകാരൻ്റെ കർത്തവ്യബോധമല്ല. അയാളത് ഇടപെട്ടു. അത് യൂണിഫോമിലാണെന്നോ രാത്രി കാലത്ത് തുടങ്ങിയ ഡ്യൂട്ടി രാത്രി 12 മണി വരെ ഡ്യൂട്ടി എടുത്തെന്നുള്ള ആ ഒരു അവസ്ഥയൊന്നും നോക്കിയില്ല. കാരണം പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രശ്നത്തെ തടയുക എന്നുള്ളത് പോലീസുകാരൻ്റെ കടമയാണെന്നുള്ള ആ ഒരു കടമ നിർവഹണത്തിനിടയ്ക്കാണ് അദ്ദേഹത്തിന് ഇങ്ങനെ മരണം വരിക്കേണ്ടി വന്നത്. വല്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി. മറുവശം നോക്കാം. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ബഹളം കാണുകയും ഇടപെടുകയും അതിനിടയ്ക്ക് മൽപ്പിടുത്തത്തിനിടയിൽ ജിബിൻ ജോർജ് എന്ന ആൾ നിലത്ത് വീണ് താഴെ ഉണ്ടായിരുന്ന ഒരു കല്ലിൽ തലയടിച്ച് പരിക്ക് പറ്റുകയും ചെയ്തു, അല്ലെങ്കിൽ അത്യാഹിതം സംഭവിക്കുകയും ചെയ്തു എന്നായിരിക്കട്ടെ വിഷയം. പത്രമാധ്യമങ്ങളുടെ ആഘോഷം, രാഷ്ട്രീയക്കാരുടെ പ്രകടനം, പ്രതിഷേധങ്ങൾ, ഗവൺമെന്റിനെതിരെയുള്ള പ്രശ്നങ്ങൾ, പോലീസിന്റെ ഗുണ്ടായിസം എന്ന തരത്തിലുള്ള രീതിയിലേക്ക് എത്രത്തോളം നമ്മുടെ സമൂഹം ചർച്ച ചെയ്യും. സോഷ്യൽ മീഡിയയിൽ പോലീസിന്റെ വിരുദ്ധരായിട്ടുള്ള, നിയമ സംവിധാനത്തിന് വിരുദ്ധരായിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയകൾ ആഘോഷത്തിന്റെ അത്യുന്നതിയിലേക്ക് എത്തില്ലേ. ഇവിടെ സംഭവിച്ചത് പോലീസുകാരനായിപ്പോയതുകൊണ്ട് അങ്ങനെയൊന്നൊരു പ്രശ്നമേ ഇല്ല. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു 2 days ന്യൂസ് എന്നതിൽ കവിഞ്ഞ് ഇതൊന്നും ആകാനും പോകില്ല. പാവപ്പെട്ട ശ്യാംപ്രസാദിന്റെ 3 മക്കളും ഭാര്യയും അനാഥരായി എന്ന് മാത്രം. ഒരു സാധാരണ മരണമല്ല, ഒരു ആക്സിഡന്റിൽ മരണമല്ല, ഒരു ലോ ആൻഡ് ഓർഡറിൽ പറ്റിയ സംഭവത്തിൽ ഒരു കല്ലേറിലോ അല്ലെങ്കിൽ വല്ല പ്രശ്നത്തിലുണ്ടായ മരണമല്ല, ഒരു പ്രകൃതിക്ഷോഭത്തിലുണ്ടായ മരണമല്ല. ഇത് കള്ളും വെള്ളവും കുടിച്ച് ലഹരിക്ക് അടിമപ്പെട്ട ഒരുത്തന്റെ ചവിട്ടും കുത്തുമേറ്റിട്ടുള്ള ആക്രമണത്തിന്റെ മരണമാണ്. ഇവനാണ് പരിക്ക് പറ്റിയെങ്കിൽ നമ്മുടെ സമൂഹം, നിൽക്കുന്ന സമൂഹം തന്നെ ആദ്യം ശ്യാംപ്രസാദിനെ എതിർക്കും. നിങ്ങൾക്ക് എന്താ അധികാരം? ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയാൽ പോരെ. അവരുടെ സ്റ്റേഷനിലുള്ള ആളുകൾ പറയും, ഇയാൾക്ക് എന്തിന്റെ പണിയാണ്, ഇയാൾക്ക് വേണ്ട വീട്ടിൽ പോയിട്ടുണ്ട്, ശ്യാംപ്രസാദിന് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണോ ചോദിക്കും. ഇപ്പം മരണപ്പെട്ടപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. പോലീസുകാരങ്ങനെയാണ്. എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു സ്ഥലത്ത്, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരു സ്ഥലത്ത് വീട്ടിൽ നിന്ന് ജോലിക്ക് വന്നുകൊണ്ടിരിക്കുന്ന
ഒരു പോലീസുകാരൻ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് ഒരു ബസ് അവരുടെ അശ്രദ്ധ മൂലം തിരിച്ചപ്പോൾ ഒരു ബൈക്ക് അടിയിൽപ്പെട്ടു. പക്ഷേ ബൈക്കുകാരൻ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. അപ്പം ബൈക്കൊക്കെ മാറ്റി ആ പോലീസുകാരൻ കണ്ട് അയാളുടെ ബൈക്ക് നിർത്തി വേഗം രക്ഷാപ്രവർത്തനത്തിന് ശേഷം ആ ബൈക്കൊക്കെ മാറ്റിയതിന് ശേഷം ഡ്രൈവർ എന്തോ ചീത്ത പറയാൻ പോയപ്പോൾ ഇത് കണ്ടിട്ടുള്ള ആ പ്രദേശവാസിയായ ഒരു യൂസ്ലെസ് ഈ പോലീസുകാരനെ വല്ലാതെ ആക്രമിച്ച് പോലീസുകാരനെ മൊബൈൽ ഫോൺ വാങ്ങിച്ചുകൊണ്ട് ആ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ഭിത്തിയിലേക്ക് എറിഞ്ഞ് പൊട്ടിച്ചു. ജനങ്ങളൊന്നും നോക്കിയില്ല, ജനങ്ങൾ ആരും തടഞ്ഞില്ല. ന്യായമായ കാര്യത്തിനാണ് പോലീസുകാരൻ ഇടപെട്ടത്, തടഞ്ഞില്ല. പോലീസുകാരൻ അയാളുടെ സ്റ്റേഷനിലെത്തി ഒരു 9:10 മണിക്കൊക്കെ എത്തിയതിന് ശേഷം 10:30 പോയിട്ട് അഡ്മിറ്റായി. ചെവിവേദന കാരണം 10:30 അഡ്മിറ്റായിട്ട് 10:11 മണിക്ക് അഡ്മിറ്റായിട്ട് 4 മണി വരെ ആ പോലീസുകാരന് സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്താൻ പോലും അന്ന് ആളുണ്ടായില്ല എന്നുള്ളതാണ്. ഇത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് പോലീസുകാരനാണെങ്കിൽ മേലധികാരികൾക്കും താല്പര്യമില്ല, അല്ലെങ്കിൽ സമൂഹത്തിനും താല്പര്യമില്ല, രാഷ്ട്രീയക്കാർക്കും താല്പര്യമില്ല. എല്ലാ വിഷയത്തിനും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് നേരിട്ട് അനുഭവിച്ച വിഷയമാണ്. ഞാൻ വലിയ ആളൊന്നും അല്ലെങ്കിലും ഞാനും കൂടി ബഹളം ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് അന്ന് 4 മണിക്കോ മറ്റു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും FIR എടുക്കുകയും ചെയ്തു. FIR ഇട്ട കേസ് അന്വേഷിക്കണ്ടേ? ആരന്വേഷിക്കും? ആരുമില്ല അന്വേഷിക്കാൻ. കാരണം ഒരു വിഷയത്തിൽ വാദി പോലീസുകാരനാണ്. ഞാൻ തന്നെ എഴുതി ആ കേസ് ഇപ്പം എന്തായെന്ന് എനിക്കറിയില്ല. പോലീസുകാരൻ്റെ അവസ്ഥ ഇതാണോ? എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാനും പറയാനായിട്ടില്ല. യൂണിഫോം ഇട്ടാലും ഇട്ടില്ലെങ്കിലും അയാളുടെ മുമ്പിൽ കാണുന്ന അക്രമങ്ങളെ, അനീതികളെ എതിർക്കാൻ പ്രാപ്തരായിട്ടുള്ള രീതിയിലേക്കാണ് അവരുടെ മനസ്സ് സജ്ജമാക്കിയിട്ടുള്ളത്. ഭൂരിപക്ഷം പോലീസുകാർക്കും ഒരു 10-15% മാത്രം ന്യൂട്രൽ സൈഡിൽ കൂടെ പോകാനുണ്ടാവും. ഇതൊന്നും നമുക്ക് ഇടപെട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും ഒരു 10-15%. ബാക്കി ഭൂരിപക്ഷം ആളുകളും അങ്ങനെ ഇടപെടുന്നതുകൊണ്ടാണ്. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ പറഞ്ഞു 10-20% പോലീസുകാർ നേരവും സമയം ജീവനും നോക്കാതെ പ്രവർത്തിയെടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ നിയമ സംവിധാനം നിലനിൽക്കുന്ന പറയുന്നത് പോലെ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പരിതപിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. പരിതപിക്കാൻ പോലും ഭയങ്കര പ്രശ്നമാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് മിണ്ടാതെ പോകുന്ന പോലീസുകാരൻ മിണ്ടാതെ പോയപ്പോരെന്നാണ് ചോദിക്കുക. ഇടപെടട്ടെ പോലീസുകാരനാകുമ്പോൾ. അങ്ങനെയല്ലേ പോലീസുകാരൻ മിണ്ടാതെ പോയപ്പോരെ ചോദിക്കാനല്ലല്ലോ പോലീസുകാരൻ. തീർച്ചയായിട്ടും അപ്പോൾ അത് ഇടപെടണം. ഈ ജിബിൻ ജോർജിനെതിരെ കൊലക്കുറ്റം ചുമത്തി. എന്നിട്ട് എന്താ സംഭവിക്കുക? വിത്തിൻ ഡേയ്സ് ചാർജ് കൊടുത്തിട്ടില്ല എങ്കിൽ ചാർജ് കൊടുക്കാൻ ചിലപ്പോൾ 3 മാസം പിടിച്ചു കഴിഞ്ഞ് 3 മാസത്തിനപ്പുറമാണെങ്കിൽ അവൻ ജാമ്യം കൊടുക്കും. അവൻ വീണ്ടും പരസ്യം 5-8 കേസിലെ പ്രതികളാണ് അവൻ. എന്ത് ചെയ്യാൻ പറ്റും നിയമ സംവിധാനത്തിന് അവനെ? ഗുണ്ടകൾ വളർന്നതിൻ്റെ പ്രശ്നം അതാണ്. എനിക്ക് ഈ ഒരു കാര്യത്തിൽ ശ്യാംപ്രസാദിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ. ഞാൻ നേരത്തെ വേറൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഞാൻ വിശദമായിട്ട് പിന്നീട് ചെയ്തോളാം, സംസാരിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരോട്. ഇത്തരത്തിൽ കൊലപാതക കേസുകൾ, മനഃപൂർവ്വമുള്ള കൊലപാതക കേസുകളിൽ പ്രതികളാകുന്ന തെമ്മാടികൾക്ക് എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള, മനുഷ്യാവകാശങ്ങൾ മാറ്റിവെച്ചുകൊണ്ടുള്ള ജയിൽ സൗകര്യങ്ങൾ കൊടുക്കാവൂ. ആഴ്ചയിൽ 2 ദിവസം ഇറച്ചിയും ആഴ്ചയിൽ മീനും അതുപോലെ തന്നെ പലഹാരങ്ങളൊന്നും കൊടുക്കുന്നതിന് പകരം തിന്ന് വീർത്ത് കെട്ടിയിട്ട് വീണ്ടും ആത്മവിശ്വാസത്തോടെ വരുന്നൊരവസ്ഥയിലേക്ക് ഉണ്ടാകാൻ പാടില്ല. അവന് മാനസികമായിട്ടുള്ള ശുദ്ധീകരണത്തിനാണ് ജയിലിൽ നിന്നിട്ട് പറയുകയാണെങ്കിൽ പോലും ആർക്കുണ്ടാകണമെന്ന്, എന്ത് മനസ്സുണ്ട്, ആർക്ക് മനസ്സുണ്ട്? സംശുദ്ധമായ മനസ്സ് തിരുത്തപ്പെടുന്നവർ എത്ര പേരുണ്ടാവുന്നു? സാധ്യതയില്ല. ഇന്ന് തിരുത്തപ്പെടാനാണ് ജയിൽ സംവിധാനം എന്ന് പണ്ടുള്ളവരുടെ. പക്ഷെ തിരുത്തപ്പെടില്ല എന്ന്. ജയിൽ സംവിധാനത്തിന് പോകാൻ യാതൊരു മടിയില്ല എന്ന്. അപ്പൊ ഈ മനുഷ്യന്മാർക്ക്, മനുഷ്യരായ ആളുകൾക്ക് മാത്രമേ മനുഷ്യാവകാശം ബാധകമാക്കാൻ പറ്റുള്ളൂ. ഈ തിണ്ടിയും തെമ്മാടിയും ലഹരിക്ക് അടിമപ്പെട്ടുള്ള ഗുണ്ടകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള മനുഷ്യാവകാശം കൊടുക്കാൻ പറ്റില്ല. അതിൽ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കണം. അവനവൻ്റെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല രാഷ്ട്രീയക്കാരുടെയും ഇടപെടലുകളായിട്ടാണല്ലോ ഗുണ്ടകൾ വളരുന്നത്. ഒരു സംശയമില്ലല്ലേ? അവരുടെ കാര്യസാധ്യതയോ എല്ലാ രാഷ്ട്രീയക്കാരെയാണ് തെറ്റിദ്ധരിക്കേണ്ട. അപ്പൊ ഈ പറഞ്ഞ ജിബിൻ എന്ന പാവപ്പെട്ട മനുഷ്യന്റെ 3 കുട്ടികളും ഭാര്യയും അനാഥമായി. ചോദിക്കാനും പറയാനും പ്രകടനം നടത്താനും പ്രതിഷേധിക്കാനും ഒന്നും ആരുമില്ല, ഒരാളുമില്ല. 2 ദിവസത്തിനകം ന്യൂസും കഴിയും. ഇത്ര ഉള്ളു കാര്യം. പിന്നെ കേസന്വേഷണമായി, ചാർജ് ഷീറ്റായി, ജാമ്യമായി. അവൻ പിന്നെ വീണ്ടും മനസ്സിലായി പോലീസുകാരനെ കൊന്നവനായതുകൊണ്ട് കുറച്ചുകൂടി അവന് സമൂഹത്തിൽ വലിയ ഉയർന്ന സ്ഥാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ഭയപ്പെടുന്ന രീതിയിലേക്ക്.
പോലീസിനും അത്തരത്തിലേക്ക് ഇടപെടുന്നത്. കാരണം പോലീസിന് മാന്യതയുണ്ടല്ലോ, അവരുടെ നിയമത്തിൽ നിന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവനതിൽ കള്ളുപിടിച്ചാൽ പോലും അവനെ പോയിട്ട് കൊടുക്കാൻ പറ്റുമോ? ആ കൊടുക്കുന്ന ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ അങ്ങനെയാണല്ലോ, വീഡിയോ എടുത്ത് പോലീസിന്റെ കിരാതമായ മർദ്ദനം എന്നാണല്ലോ പറയുക. അപ്പൊ ഇങ്ങനെ സമൂഹത്തിൽ ഇപ്പോൾ പോലീസിന് പല ഇടങ്ങളിൽ നിന്നും കുച്ചുവിലം കിട്ടുകൊണ്ടിരിക്കുകയാണ്. പല തലത്തിലുള്ള കമ്മീഷനുകളുടെയും ഇടപെടൽ. ഈ ജിബിന് പോലീസുകാരനെ കൊന്നിട്ട് പോയാൽ പോലും നേരെ കോടതി മുമ്പാകെ എത്തുമ്പോൾ നിയമപരമായിട്ടുള്ള ചോദ്യം, എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നാണ്. നിയമപരമായിട്ട് ചോദ്യമുണ്ടോ? ഒന്നും നിർത്തിയില്ല. അതാണ്. അങ്ങനെ ഇവിടെ പ്രതികൾക്കുള്ള അവകാശങ്ങൾ കൂടുതലായി ഇവിടെ അന്യായക്കാരന് അന്യായം തന്നെ കിട്ടുന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ്. അത് എല്ലാ കേസുകളും അങ്ങനെ ആകുമ്പോൾ ജനം മടുക്കും. ഒപ്പം ഇതിനെതിരെ പ്രതികാരം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ രീതിയിലേക്ക് എത്തുകയും ചെയ്യും. പോലീസ് സംവിധാനത്തിന് ഒരു മാന്ദ്യത വരുത്തുന്ന രീതിയിലേക്ക് സമൂഹത്തിന് വിവിധ തലങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ സാമൂഹ്യ തലങ്ങളിൽ നിന്ന് വരുന്ന പക്ഷം ഇന്നല്ലെങ്കിൽ നാളെ പോലീസ് ഇപ്പൊ തന്നെ ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ വിഡ്രോവൽ സിസ്റ്റം ഉണ്ടല്ലോ, അത് അധികരിക്കും. സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാവും. ഒരു ഡൗട്ടും വേണ്ട. ജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളൂ. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ജനത്തിന് തിരിച്ചടിയായിട്ട് വരും. പോലീസിന്റെ സർവ്വവിധത്തിലുള്ള പ്രവർത്തികളെ ന്യായീകരിക്കുന്ന ആളല്ല ഞാൻ. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തെ എതിർക്കുന്ന ആളാണ് ഞാൻ. ജനാധിപത്യപരമായിട്ട് പെരുമാറണം പോലീസ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജനങ്ങളുടെ നികുതി കൊണ്ടാണ് പോലീസിന് ശമ്പളം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നിയമം ഏകപക്ഷീയമാകാൻ പാടില്ല. ജനങ്ങൾക്ക് എന്തും ചെയ്യാം, ഗുണ്ടകൾക്ക് എന്തും ചെയ്യാം, പ്രശ്നക്കാർക്ക് എന്തും ചെയ്യാം. അവരെ തൊടാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള സംവിധാനം മാറണം. ജയിലിൽ പോയി കഴിഞ്ഞ സർവ്വ സൗഭാഗ്യങ്ങളും ഈ സംവിധാനം മാറ്റം ചെയ്യണം. അല്ലാത്ത പക്ഷം ഇത് വലിയ പ്രശ്നത്തിലേക്ക് മാറും. വീണ്ടും ശ്യാംപ്രസാദിന്റെ കുടുംബക്കാരോടുള്ള ദുഃഖം ഒപ്പം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.